ആ അഞ്ചു, അമ്മോ, വേഗം പോയി കിടക്കാൻ നോക്ക്. പക്ഷെ അവരെ ക്ലാസ്സിൽ പോകണ്ടല്ലേ. ഒരു കമ്മല്. ആ അമ്മായി, ഞങ്ങളങ്ങ് എത്തി. ഒരു 5 മിനിറ്റ് ആയാലും എത്തി. അമ്മായി എത്തിയോ? ആ, എന്താ അമ്മായി പിന്നെ ഈ സമയത്ത് ഒരു ഫോൺ കോള്? അഞ്ചുമോളോ? അവള് കിടന്നല്ലോ. അഞ്ചുമോക്ക് കല്യാണ ആലോചന? ഇല്ല അമ്മായി, നമ്മളിപ്പോ അവക്ക് കല്യാണം നോക്കുന്നില്ല. അവള് ഡിഗ്രി സെക്കൻഡ് ഇയറിലായിട്ടുള്ളൂ. അവള് പഠിക്കട്ടെ. അവൾക്കാണെങ്കിൽ PGക്ക് പോകണം, PhDക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആഗ്രഹങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് പഠിക്കുക? ഇല്ല അമ്മായി, അവള് പഠിച്ച് ജോലിയൊക്കെ വാങ്ങി ഒരു 2-3 വർഷം ജോലി എൻജോയ് ചെയ്ത ശേഷം ഞങ്ങള് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ ഇതേ തിയറി ആയിരുന്നല്ലോ എന്റെ കാര്യം വന്നപ്പം അമ്മായി എന്റെ വീട്ടുകാരോട് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിലേക്ക് ആ തിയറി വെച്ചിടാൻ നോക്കണ്ട. അന്ന് ഞാൻ എന്റെ വീട്ടുകാരോട് കുറെ പറഞ്ഞതാ, എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ. അന്ന് അമ്മായി തന്നെയല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്? അമ്മായി തന്നെയല്ലേ എന്ന് പറഞ്ഞത് ചെക്കനും ചെക്കന്റെ അമ്മയെ സമ്മതിച്ചിട്ടുണ്ട് നിന്നെ പഠിപ്പിക്കാൻ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അന്ന് അമ്മായിയുടെ വാക്ക് കേട്ട് ഞാനത് വിശ്വസിച്ച് കല്യാണത്തിന് സമ്മതിച്ചു. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴറിയുന്നത് ഏട്ടന്റെ അച്ഛൻ കിടപ്പിലാണെന്നുള്ള കാര്യം. ഞാൻ വന്ന് 3-ാമത്തെ ദിവസം അവരാ ഹോം നേഴ്സിനെ പറഞ്ഞു. പിന്നെ ഞാനായിരുന്നു ഇവരുടെ ഹോം നേഴ്സും സെർവന്റും. അങ്ങനെയല്ല, ഏട്ടന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അഞ്ചുമോളെ 4 മാസം പ്രഗ്നന്റ്. പിന്നെ അഞ്ചുമോള് വന്നു. അത് കഴിഞ്ഞ് അഞ്ചുമോക്ക് 2 വയസ്സായപ്പോഴേക്കും അമ്മ വന്നു. ഇതിന്റെ എല്ലാ ഇടയിലൂടെ അമ്മായിമ്മ പോലും വേറെ പഠിക്കാൻ പോയിട്ട് ജീവിക്കാൻ പോലും ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. അവിടെ അതൊന്നും ചോദിക്കാനോ അന്വേഷിക്കാനോ ഈ കെട്ടിച്ചു വിട്ടവരും അതിന് ചുക്കാൻ പിടിക്കുന്നവരും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് എന്റെ ഗതി വരാനും ഒരിക്കലും അനുവദിക്കില്ല. അവര് പഠിക്കട്ടെ. അവർക്ക് എത്ര കാലം പഠിക്കണം എന്ന് പറയും അത്ര കാലം പഠിക്കട്ടെ. പിന്നെ അവക്കൊരു തുണ വേണമെന്ന് അവക്ക് തോന്നുന്ന സമയം വരുമ്പോൾ അവളായിട്ട് ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടത് ഞങ്ങൾക്ക് അത്രയും സന്തോഷം. ഇനി അവർക്ക് അതിനെ പറ്റിയില്ല, ഞങ്ങളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് നല്ലൊരു തുണയെ കണ്ടുപിടിച്ചു. ഇനി ഇതൊന്നുമല്ല, അവർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, കല്യാണത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾക്ക് സന്തോഷം. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന് അവൾ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കൺമുമ്പിലെ സന്തോഷത്തോടെ ജീവിക്കുന്ന തന്നെ. അവർക്ക് എന്താണ് ഇഷ്ടം അതേ ഞങ്ങൾ നടത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ പോലെയുള്ള ഏതെങ്കിലും കുടുംബക്കാരും നാട്ടുകാരും പറയുന്ന കേട്ട് ഞങ്ങളെ മോളെ കെട്ടിച്ചു വിടാൻ അത് കഴിഞ്ഞ് അവൾ അവിടെ കിടന്ന് കണ്ണീർ വീട്ടിൽ കാണാനും ഞങ്ങൾക്ക് വയ്യ. അവരെന്റെ മക്കളല്ലേ, അവരിതുവരെ വളർത്തിയത് ഞാനാണെങ്കിൽ ഇനി അങ്ങോട്ട് വളർത്താനും കെട്ടിച്ചു വിടാനും ഒക്കെ എനിക്കറിയാം. പിന്നെ അമ്മായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ വയസ്സാം കാലത്ത് ഇവർക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അമ്മായിയുടെ അടുത്ത് ആലോചനയായിട്ട് വരുന്നവരോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഞങ്ങളാ തീരുമാനിക്കുന്നത്, അല്ലാതെ അമ്മായി അല്ല. എന്നാ ശരി അമ്മായി, വേറെ കുറെ ആയില്ലേ, അമ്മായി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ അഞ്ചുമോളെ, ഒന്നുമില്ലടാ, കൊച്ചു പോയി കിടന്നോ, അറിയിക്കാം. നാളെ ക്ലാസ്സിൽ പോകാൻ.